ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഡ്രാഗൺ ചിക്കൻ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നാണ്. ഞാനിത് ഡ്രാഗൺ ചിക്കൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോഴേക്കും അതിൻ്റെ ചെസ്റ്റ് പീസ് ചെയ്യുന്ന കുറച്ച് പീസസ് എടുത്തിട്ട് സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിനോടൊപ്പം മാവ് കൂടി മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ നല്ല വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വൈറ്റ് പെപ്പറും കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആ ടൈം തന്നെ ഞാനൊരു ബൗളിലോട്ട് ഒരു 2 ടീസ്പൂൺ മൈദയും ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് ഒരു മുട്ട ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സോയാ സോസ് ഒഴിക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് സോയാ സോസ് ഒഴിക്കുന്നത്. ഞാൻ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ സോയാ സോസ് ആണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. അജിനോമോട്ടോയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്കത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോഴേക്കും ഇച്ചിരി കുറച്ച് ടേസ്റ്റ് കുറവായിരുന്നാൽ തന്നെ നമുക്കത് കഴിക്കാം. ഞാൻ അതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് അതും കൂടി വെച്ച് റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ ഞാൻ അതിന് വേണ്ടുന്നുള്ള ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞാണ് എടുക്കുന്നത് കേട്ടോ. അതാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇടാനുള്ള പാകം. ഞാൻ അതിലേക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രമേ അത് ഒട്ടി പിടിക്കാതിരിക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടി പിടിക്കും. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, ശ്രദ്ധിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കൊണ്ട് തന്നെ ചിക്കൻ അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ടിഷ്യൂസ് വെക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള ഓയിൽ അതിലോട്ട് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂസ് വെക്കുന്നത്. ഞാനിത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെയാണ് ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്. ഇഞ്ചി കൊത്തി അരിഞ്ഞതും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് വഴറ്റുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ സവാള എടുക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതൊന്ന് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വലുതായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ അത് അധികം വേകാതെ കിടക്കത്തുള്ളൂ. നമ്മൾ ഈ ചൈനീസ് ഡിഷസിനൊക്കെ വലുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് വീണ്ടും വഴറ്റുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ്, ഈ 3 സാധനമാണ് ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത് നമ്മൾ അതിനെ ഇട്ട് കുറച്ച് വേവിച്ചെടുക്കുമ്പോൾ തന്നെ അതിലോട്ട് നമുക്ക് ആ ഒരു ഫ്ലേവറും വരും. നമുക്ക് ഈ ടൈമിൽ തന്നെ അതിൻ്റെ ഒരു മണം അറിയാൻ പറ്റും കേട്ടോ. ചൈനീസ് ഫുഡിൻ്റെ മണം അപ്പോഴേക്കും വീട്ടിലുണ്ടായിരിക്കും. നന്നായിട്ടത് മിക്സ് ചെയ്തിരുന്നുണ്ട്. നമുക്ക് എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട്. ഞാൻ അതിലോട്ട് ഗ്രേവിക്ക് വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം അത് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് ഇരുട്ട് വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ഈ ചില്ലിയുടെ ഈ ടൊമാറ്റോ സോസിൻ്റെ കളറും എല്ലാം കൂടി അതിൽ മിക്സായി ഇരിപ്പുണ്ട്. അതിലൂടെ നമ്മൾ ചിക്കൻ ഇട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം അതിലൂടെ ഇങ്ങനെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു, അതിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നട്ട്സ് ഇടുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇട്ട് കൊടുക്കും. നട്ട്സ് അല്ലെങ്കിൽ കപ്പലണ്ടി ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് തന്നെ ഞാൻ ലാസ്റ്റ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ള എള്ള് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ചൈനീസ് ഫുഡല്ലേ, ചൈനീസ് ഫുഡിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെള്ള എള്ള്. എനിക്ക് വെള്ള എള്ള് നല്ല ഇഷ്ടമാണ്. ഞാനതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ട് ഇതാണ് കേട്ടോ ലാസ്റ്റ് ടെക്സ്ചർ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിങ്ങനെ കഴിക്കാൻ പാത്രത്തിലോട്ട് മാറ്റി വെച്ചായിരുന്നു. അതിനുശേഷം ഞാൻ ഇടിയപ്പവും അല്ല വീശപ്പവും അല്ലാത്തൊരു സാധനം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. എനിക്കിതാണ് എളുപ്പം. കുറച്ച് തേങ്ങ അകത്ത് വെച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ രൂപത്തിലല്ല എന്നുണ്ടെങ്കിൽ വീശപ്പത്തിൻ്റെ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ എൻ്റെ വയറ് ഫുള്ളാണ്. നമുക്കൊരു 2 ഇടിയപ്പം കഴിക്കുന്നതിൻ്റെ ആ ഒരു അളവായിരിക്കും ഈ ഒരു വീശപ്പത്തിനുണ്ടാവുക. ഞാനതും വീശപ്പവും ഡ്രാഗൺ ചിക്കനും കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.